എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് സിനിമയിൽ എന്താ പറയുക ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണ്. മോഹൻലാലിനെക്കാളും ഞാൻ കൂടുതൽ വിളിക്കുന്നതൊക്കെ ചിലപ്പം മമ്മൂട്ടി ആയിരിക്കും കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ജ്യേഷ്ഠനെ പോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അനുഗ്രഹം വേണമെന്ന് പറയും. അതൊക്കെ ചെയ്യുന്ന എന്നെ ഞാൻ സുഖമായിരുന്നു കാണാൻ പോകുന്നു, ഞാൻ പുള്ളിയെ വീട്ടിൽ പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ നീ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്, ഇന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷഷ്ടിയബ്ദ പൂർത്തിയാണ്, 60 വയസ്സ് തികയുന്ന ദിവസം. എന്നിട്ട് മക്കളും വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക്, ഇത് ഇവിടെ വാ, നമുക്കിവിടെ നിനക്ക് ഇഷ്ടമല്ലേ ചൈനീസ് ഫുഡ്, നമുക്ക് ടാജിൽ എവിടെയെങ്കിലും പോയി കഴിക്കാം. ഞാൻ പറഞ്ഞാൽ 2 സ്മോളൊക്കെ കഴിക്കുന്നത്, ഇവിടെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു അവിടെ അതില്ലെങ്കിൽ വേണ്ട, ഞാൻ 2 എണ്ണം കഴിച്ചിട്ട് വരാം, നിങ്ങളുടെ വീട്ടിലുള്ളത് മതി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹവും വൈഫ് ഞങ്ങൾ 3 പേരും മാത്രം ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് നിങ്ങളുണ്ട്, അതാണ് ഷഷ്ടി പൂർത്തി. ഇപ്പോൾ സപ്തതി ചേർന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ, ബാക്കി മക്കളൊന്നുമില്ല, നിങ്ങളുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെന്നുള്ളൂ. ഞാൻ അവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും സുഹൃത്ബന്ധം വേറെ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. കാര്യം നിരന്തരം വിളിക്കുന്നത്, എല്ലാവരും തിരക്കുകളിലും കാര്യങ്ങളിലും വിട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അസുഖത്തെ പറ്റി പറഞ്ഞു, ക്യാൻസർ സർവൈവർ ആണ് താങ്കൾ. എങ്ങനെ അസുഖം അതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെവിക്കകത്ത് ആണി അടിച്ച ഒരു വേദന, ഇവിടെ ഒരു റേഡിയേഷൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ENT ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ചെവിയിൽ മരുന്ന് ഒഴിച്ചാൽ മതി, ഈ ഗുളിക പിഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാറിയില്ല. ഈ ഷൂട്ടിംഗ് നടന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്, തുടരുന്ന സമയത്തും. എന്നിട്ട് രാത്രിയൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും, നേരം വെളുത്ത ഒരു ചായ കുടിക്കായിരുന്നു, ഇങ്ങനെ വേദന സഹിക്കാൻ വയ്യാന്ന്. ചെവിയിൽ ഇങ്ങനെ ആണി അടിച്ചതുമാതിരി ഒരു വേദന, അതിൻ്റെ റേഡിയേഷൻ പരിപാടി. കാരണം ക്യാൻസറിന് ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു നല്ല സിംറ്റം ദൈവം കാണിച്ചു തന്നാണ്. അങ്ങനെ ഇവിടെ വന്ന് വേറൊരു ENT കൊട്ടിയത്തുള്ളൊരു ഫേമസ് ഡോക്ടറെ കാണിച്ചു. പുള്ളി ഫോട്ടോയൊക്കെ എടുത്ത് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഒരു ഞരമ്പുണ്ടെന്ന്, പല്ലിനിടെ ബ്ലോക്കാണ്, യു സി എ ഡെൻറ്റിസ്റ്റ്. എനിക്ക് നേരത്തെ പുള്ളി നോക്കുന്നൊരു വർത്തമാനം കൂടെ പറഞ്ഞു. പക്ഷേ ഈ ചെവി വേദന ഉണ്ടല്ലോ, ദാറ്റ്സ് വെരി ബാഡ് സൈൻ. ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പം ശരിയാണ് ഇങ്ങനെ ഞരമ്പുണ്ട്. അപ്പോൾ അന്ന് 35 വർഷം മുമ്പ് 2 സ്റ്റീൽ പല്ല വെച്ച്, അന്ന് സെറാമിക്കില്ല, അത് ഇളക്കി കളഞ്ഞിട്ട് വെച്ചപ്പോൾ വേദന മാറി. പിറ്റേന്ന് വൈകുന്നേരം വീണ്ടും തുടങ്ങി വേദന, എനിക്ക് സഹിക്കാൻ. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ MRI എടുത്തപ്പോഴാണ് ഇത് തൊണ്ടയിൽ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് ടോൺസിലൈറ്റിസിൻ്റെ താഴെ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ, ഒരു 20 സ്റ്റിച്ചുണ്ട് ഇവിടെ. അത് ഈ വരയിലായതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ അതും എടുത്ത് പിന്നെ ഒരു 30 റേഡിയേഷൻ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. പിന്നെ 5 കീമോ, അതോടെ മാറി. പിന്നെ മരുന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ക്യാൻസർ എന്ന് വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ചാൻസിൽ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ. അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അറിവേണ്ട ലിസി എന്നെ വിളിച്ച് പറയുന്നത്, രാജചേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ, ഈ രോഗം വന്നതൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങേർക്ക് അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാളും ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്ന് വെളിയിൽ പറയാൻ മടിയൊക്കെ ആയിരിക്കും. ഞാൻ കല്യാണ പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രസികനായ ഒരു അമ്മാവൻ, കുറച്ച് വിവരക്കുറവുണ്ട്. ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുപ്പോൾ കൈ വരുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിടുന്നു എത്തി വലിഞ്ഞ് ഉറക്കം ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗറല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടിഞ്ഞു പോയിട്ട് എൻ്റെ മറുപടി ആയിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് അങ്ങനെ ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം, രാജു വല്ലാതെ അങ്ങ് വാർന്നു പോയല്ലോ, എന്ത് പറ്റി? നമ്മൾ സുഖമല്ലേ, എന്താ സുഖം? ഞാൻ ക്യാൻസർ ആയിരുന്നു, എനിക്ക് ക്യാൻസർ ആയിരുന്നു. അല്ല അതങ്ങനെ തിരിച്ചുകൊണ്ട് പറയാൻ പറ്റും. ഞാൻ എനിക്ക് ക്യാൻസർ ആണെന്ന് കരഞ്ഞുകൊണ്ട് പറയണം. ഇതൊക്കെ സത്യങ്ങളല്ലേ. അതിലൊന്നും ഇന്നത്തെ കാലത്ത് അതിലൊന്നും ഭയന്നിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നാൽ മരിച്ചത് വയറ്റിലായിരുന്നു. അപ്പോഴത്തേക്ക് മരുന്ന് ആയുർവേദ അരിഷ്ടവും ഗുളികയൊക്കെയാണ് കൊടുത്ത സംഭവം. ഇന്നത്തെ മാതിരിയുള്ള ഈ സംഭവങ്ങളൊന്നും അന്നൊന്നും ഇല്ല. ഇപ്പം എല്ലാം ഞാനൊരു ട്രിവാൻഡ്രം ക്യാൻസലായത്. ഇവിടെ RCC വൺ ഓഫ് ദി ബെസ്റ്റ്, അവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഹോസ്പിറ്റലും കാര്യമുണ്ട്. അതുകൊണ്ട്
ഇത് വന്ന ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ധൈര്യത്തോടുകൂടി ലൈഫിൻ്റെ ഫേസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുക. അസുഖം ഉണ്ടെന്നുള്ള വിചാരം ആദ്യം മാറ്റി വയ്ക്കുക. ഞാൻ നോർമൽ. ഇപ്പം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അത് നാക്കിൻ്റെ ഒരു കുഴപ്പം. ഒരു എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കും, നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചാണ്. അപ്പോൾ ദൈവം തന്നൊരു ശേഷം നീ കുറച്ച് ആൾ കഞ്ഞി കുടിച്ച് കഴിയിടാമോ, അങ്ങനെ എടുക്കത്തുള്ളൂ. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഇത് വന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞു ഇത് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കാം പറഞ്ഞ പോലെ അരിഷ്ടോ അങ്ങനെ? ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അതല്ല, എനിക്ക് മക്കളാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത്. അപ്പോൾ ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീനിയറായിട്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാലാണ് ഡോക്ടർ. അദ്ദേഹം വാതിൽ വന്നു. ഞാൻ പറഞ്ഞു ഡോക്ടർ റിസൾട്ട് വന്നു ക്യാൻസറാണ് കേട്ടോ, ഒറ്റയടിക്കാൻ പറയാം. ഞാൻ സൈഡിൽ നിന്ന് ചെവിരിലൊന്ന് പിടിച്ചാൽ ഞാൻ താഴെ വീണു തന്നെ പേടിച്ചിട്ട്. ഞാൻ തീർന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ച സംഭവം. ഒരു നിമിഷം ഞാൻ പേടിച്ച്. ശരി, ഭയങ്കര. അപ്പോഴത്തേക്കും ചില നിങ്ങൾ പറഞ്ഞാലും ഓരോരുത്തരായി ഇതിനൊരു ഫുഡ് ഇതുണ്ട് കേട്ടോ. എന്താണ് ഫുഡ് പ്രോഡക്റ്റ്സ്, എന്താ ഒരു വാക്ക് പറയുമല്ലോ, ഡയറ്ററി മറ്റേ അതാണ് മറിച്ചാണ്, അത് കഴിച്ചാൽ മതി. ഇവിടെ ഒരു വൈദ്യനുണ്ട്. ശ്രീനിവാസനൊക്കെ അങ്ങനെ ഒരുപാട് വൈദ്യനടുത്ത് പോയാൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പലരും വരും രാജു എണ്ണ മറ്റേ മരുന്ന് പൊടി മഞ്ഞപ്പൊടി എന്നൊക്കെ പറഞ്ഞു. ഒന്നും കഴിക്കരുത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർന്നു. ഈ 30 റേഡിയേഷൻ 5 ചെയ്തുള്ളൂ. അല്ലാതെ ഇതിന് സബ്സിഡറി മറ്റേ പരിപാടികളൊന്നുമില്ല. ഹെൽത്ത് നോക്കുക, എക്സസൈസ്. ഞാൻ അതിനുശേഷം ജിമ്മിൽ ചേർന്നു. മുമ്പില്ലാത്ത ആളാണ് ഞാൻ. എല്ലാ ദിവസവും രാവിലെ എന്താ പറയുക വർക്കില്ലാത്ത 10 തൊട്ട് 12 ട്രിവാൻഡ്രം ക്ലബ്ബ് ജിമ്മിൽ പോകും. അത് നമുക്കൊരു ആർണോട്ട് സ്പോൺസറാകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ഉന്മേഷം, ഒരു എൻജോയ്മെൻറ്റ്, സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സിനിമയും ഞാൻ വന്ന ഫസ്റ്റ് ഡേ എല്ലാ സിനിമയും കാണും. തിയേറ്ററിൽ പോയേ കാണത്തില്ല, അതാണ് രസം. എല്ലാം തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ്. മോശം എന്ന് പറഞ്ഞ പടങ്ങൾ പോകത്തില്ല, നല്ല പടങ്ങൾ എല്ലാം വന്ന് എല്ലാം പോയി കാണും. പിന്നെ ഇല്ലാത്ത മറ്റ് ഭാഷകളിലുള്ള പടങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സിനിമ, ചിലപ്പോൾ നല്ല ആസാമീസ് പടം കാണും. ഇപ്പോൾ സബ് ടൈറ്റിലുണ്ട്, നമുക്ക് ലാംഗ്വേജും പ്രോബ്ലം ഇല്ല, അങ്ങനെ കാണും. മകനിപ്പം ഇതിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫൈനൽസിൽ പുള്ളിയായിരുന്നു നായകൻ. ഇപ്പോൾ കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന മസ്തിഷ്ക മരണം, സൈമൺസ് മെമ്മറീസ് എന്ന്, അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളത്ത്. ഞാൻ മോഹൻലാൽ കൃഷാന്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു കൃഷാന്ത്. പുള്ളിയുടെ ചിന്തയൊക്കെ വേറൊരു ഫ്ലൈറ്റാണ്. പുള്ളി നമ്മൾ പോകുന്ന ഫ്ലൈറ്റേ അല്ല ഈ കൃഷാന്ത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കഥയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് പറയാമെന്നാണ്. അത് പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇനിയുള്ള കാലത്ത് സ്ക്രിപ്റ്റ് പക്കാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ചെയ്ത പടമാണ് തുടരും. എത്രയോ വർഷത്തെ കഷ്ടപ്പാടും. എന്താ തുടരും ഇത്രയും തടസ്സങ്ങൾ വരാൻ എന്താ കാരണം? 10 വർഷം എടുത്തു എന്ന് പറഞ്ഞു. അല്ലോ, ഇടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഒന്ന് രഞ്ജിത്തിന് ഹാപ്പി ആവില്ല. ഒറിജിനൽ കഥാകൃത്ത് കൊണ്ടുപോകുന്നതിനകത്തുനിന്ന് കുറച്ച് മാറ്റങ്ങൾ വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നോക്കി അവസാനം തരുൺമൂർത്തിയിലെത്തിയപ്പോഴാണ് അത് എല്ലാം ബ്ലെൻഡായത്. കറക്റ്റ് ബ്ലെൻഡ്, അതാണ് കറക്റ്റ് വേർഡ്. അങ്ങനെ എല്ലാം ശരിയായി. തരുൺമൂർത്തി അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നിട്ട് ചാടി പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമായിട്ടു. ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ബാലചന്ദ്രമേനൻ അവിടെ താമസമുണ്ട്. മഹാലിംഗപുരത്തിൽ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് പുള്ളി അവിടെ വരുന്നത്. അയാളും മരിച്ചുപോയി. രാജശങ്കരാടി, ഗോപി 3 പേര് താമസം. അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഒരു 200 പേജ് ബുക്കിൽ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരമു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വരുന്ന കത്തൊക്കെ കാണി. പുള്ളി പറഞ്ഞു നല്ല കോൺഫിഡൻസാണ് പുള്ളിക്ക് അന്നും ഭയങ്കരമായിട്ട്. പുള്ളി പറഞ്ഞു ഇത് ഞാൻ സിനിമയാക്കും, എൻ്റെ പരമു നീയായിരിക്കും പരമുമായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ ശരിയാവട്ടെ. അങ്ങനെയാണ് പുള്ളി ഉത്തരാട് രാത്രി പടം ചെയ്തപ്പം ഒരു പൊട്ടൻ്റെ വേഷമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ദേഹം ശരീരത്തിൽ രോമമൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം ഷേവ് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ രോമാമൃതനായി തുടങ്ങിയത്. അത് ഷേവ് ചെയ്ത് അതിനകത്ത് 2 സീനൊക്കെ ഉള്ളൂ. അതിന് മേനം പെട്ടെന്ന് ടോപ്പിലെത്തി. എന്നെ ഒന്നും വിളിച്ചില്ല. 3, 4, 5 പടമായി. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെക്കൻ ബക്സായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ചാമരം ഉണ്ടായിരുന്നു ലാസ്റ്റ് പടം. അതെല്ലാം കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തൊരു സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഞാനുണ്ട് ചെന്നൈ പോയില്ല. തിരിച്ച് വന്നൊരു സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഇങ്ങനെ സ്ക്രീനിൽ പെയിൻറ്റ് വെച്ച് ചെയ്യുന്നില്ലേ, കെൽട്രോണിൻ്റെ റേഡിയോ ഡ്രം അത് ഇതൊക്കെ. അത് ഞാൻ തമിഴ്നാട്ടിൽ മധുരയിൽ എവിടെ ഒരുത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവനെ സൽക്കരിച്ച് അവന് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് അവൻ്റെ ജോലി പഠിച്ചെടുത്ത് ഞാൻ എൻ്റെ അനിയന്മാർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് മധുരയ്ക്ക് വിട്ടു. എന്നിട്ട് നമ്മളിത് ചെയ്തോളെ. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഡോർ വന്നു. ബാലേന്ദ്രനെ കയറി വരുന്നു. ഞാനിങ്ങനെ പെയിൻറ്റ് തേച്ചുകൊണ്ടിരിക്കുന്നു. സ്ക്രീനിൽ വലിയ ആളാകാൻ വന്നാണ്. ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങി. നീ ഇങ്ങനെ ഇരിക്കേണ്ട നല്ലടാ. ശരി, പുള്ളി അങ്ങ് പോയി. അത് ഉപേക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നിട്ട് പറയും നോയിക്കോട്ടെ, ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പോസ്റ്റർ വരും ഈ മതിൽ, ഈ ചെവിരിൽ അല്ലെങ്കിൽ ഈ മരത്തിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നേരത്തെ ഉറങ്ങും 9 മണിക്ക് ഇറങ്ങുമ്പോൾ ഹരികുമാർ എന്നൊരു സൗണ്ട് റെക്കോർഡിസ്റ്റ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഷൂട്ടിൽ. പുള്ളിയാണ് നാഷണൽ അവാർഡ് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടങ്ങളിൽ അവർ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 6-7 സ്റ്റേറ്റ് അവാർഡുണ്ട്. പുള്ളി ഒന്ന് വിളിച്ചു ജവയുടെ രാജയുടെ തൊട്ട് അമ്മ പറഞ്ഞ് ഉറങ്ങിയാണ് അത് വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു ബാലേന്ദ്രനും കീർത്തിയിലുണ്ട്, നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് അവരൊക്കെ വലിയ ആൾക്കാർ. നമ്മൾ ഈ രാത്രി പോയിട്ട് ഞാൻ ചെറിയ രീതിയിൽ മോണാക്റ്റിൽ മിമിക്രി കാണിക്കുന്ന ആളായിരുന്നു, തമാശക്ക് വിളിക്കുന്നത്. അത് എനിക്ക് വലിയ എന്നാലും നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ മുഖം കഴുകി അവിടെ ചെന്നു. പുള്ളിയുടെ മുറി കയറിയപ്പം പുള്ളി അകത്തോട്ട് നോക്കി വിളിച്ചോണ്ട് പീറ്റർ സാറേ നമ്മുടെ നായകൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സൂതാൻ വിളിച്ചാണ്, കളിയാക്കാൻ വിളിച്ചായിരുന്നു. എന്നെ പോലെ ഇതിനെ കണ്ടത് അങ്ങനെ തോന്നുന്നു. ഞാൻ കഴിയുമ്പോഴത്തേക്കും ആ പീറ്റർ സാറ് തല കുറച്ചിട്ട് വരുന്നത് സുധീർ കുമാറല്ലേ. അതെ. അപ്പോൾ പറയും ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ജയനൊക്കെ മരിച്ചു നിൽക്കുന്ന ഒരു സമയമാണത്, 80s ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സിനിമ എടുക്കുന്നത്. പരമു എൻ്റെ പേര് മണിയമ്പിള്ള എന്നാണ്. അഥവാ മണിയമ്പിള്ള എന്ന് ചേർത്തത് ബാലേന്ദ്രനാണ്. വേണു നാഗോളിയൊക്കെ ഡിസ്കസ് ചെയ്ത്. ശരിക്കും ഒരാളുണ്ട് ഗോപാലി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പുഴ. അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഡയലോഗ് പറയുന്നതൊക്കെ മേൻ എന്നെ പഠിപ്പിച്ചു. മേൻ ഞാനുള്ള മുമ്പുള്ള പരിചയം ആളിൻ്റെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഞാൻ മത്സരിക്കുമായിരുന്നു മോണാക്ടിനൊക്കെ. അപ്പോൾ മിക്കവാറും ബാലേന്ദ്രൻ്റെ ഫസ്റ്റ് പ്രൈസും എനിക്ക് തേർഡ് പ്രൈസും ആയിരിക്കും, അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് സെക്കൻഡ്. അങ്ങനെ 2 വർഷം പോയിട്ട് അന്ന് തൊട്ടുള്ള പരിചയമാണ് എന്നെ മഹാലിംഗപുരത്ത് പുള്ളിൻ്റെ അവിടെ കൊണ്ട്. അങ്ങനെ ഈ മണിയമ്പിള്ള വന്നതാണ് എൻ്റെ ഒരു റീഇൻകാർണേഷൻ, എന്താ പറയുക, ഒരു ഉയർത്ത എഴുന്നേൽപ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇങ്ങനെ എത്തി ബോറടിക്കാം മതിയായി. ഇല്ല